ഒരു കൊലക്കയറിട്ട് കൊടുത്തിട്ട് സുഖമായിരിക്കാമെന്ന് ഒരു മേലാൻ ഓഫീസർമാരും കരുതേണ്ട. വേണമെങ്കിൽ ജില്ലാ കളക്ടറെ വരെ തെറിപ്പിക്കാൻ പോന്ന കേസാണ് ADM നവീൻ ബാബുവിന്റെ മരണം. ആ കേസിൽ ഇപ്പോൾ കോടതിയുടെ നിർണായക ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം സമർപ്പിച്ച ഹർജിയിൽ കണ്ണൂർ ജില്ലാ കളക്ടർക്കും വിവാദ പെട്രോൾ പമ്പ് അപേക്ഷകൻ TV പ്രശാന്തനും നോട്ടീസ് അയക്കാൻ ഉത്തരവ് വന്നിരിക്കുകയാണ്. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത്. കേസ് ഈ മാസം 10ലേക്ക് വീണ്ടും മാറ്റി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യ, സാക്ഷികളായ TV പ്രശാന്തൻ, കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K വിജയൻ എന്നിവരുടെ ഫോൺ കോൾ രേഖകൾ പരിശോധിച്ച് സൂക്ഷിക്കണം. കണ്ണൂർ കളക്ടറേറ്റ്, റെയിൽവേ സ്റ്റേഷൻ പരിസരം, ക്വാർട്ടേഴ്സ് പരിസരം എന്നിവിടങ്ങളിലെ CCTV ദൃശ്യങ്ങൾ എന്നിവ സംരക്ഷിക്കാനും നിർദ്ദേശം നൽകണം എന്നായിരുന്നു ഹർജിയിലെ കുടുംബത്തിന്റെ ആവശ്യം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്ന് നേരത്തെ തന്നെ കുടുംബം അറിയിച്ചിരുന്നു. പ്രതി രാഷ്ട്രീയ സ്വാധീനമുള്ള ആളാണെന്നും നവീൻ ബാബുവിന്റെ ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം നവീൻ ബാബുവിനെ വാക്കുകൊണ്ട് കൊന്നു തള്ളിയ CPM നേതാവ്, മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ PP ദിവ്യയെ പാർട്ടി പുറത്താക്കിയിരുന്നു. നവീൻ ബാബു ജീവനൊടുക്കിയ കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് 1ാം പ്രതിയായി റിമാൻഡ് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് PP ദിവ്യയെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തിയത്. അതോടെ ജില്ലാ നേതാവായിരുന്ന ദിവ്യ സ്വന്തം ഏരിയ സമ്മേളനം നടക്കുമ്പോൾ വീട്ടിലിരിക്കേണ്ടി വന്നു. ഇതിനു മുൻപ് തന്നെ കണ്ണൂർ ADM നവീൻ ബാബു ജീവനൊടുക്കിയ സംഭവത്തിൽ കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴി നിർണായകമാകും എന്ന സൂചന പുറത്തു വന്നിരുന്നു. തെറ്റുപറ്റി, അവരുടെ കയ്യിൽ ചില തെളിവുകളുണ്ട് എന്നാണ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന യാത്രയപ്പ് യോഗത്തിന് ശേഷം നവീൻ ബാബു കളക്ടറോട് പറഞ്ഞുവെന്നാണ് മൊഴിയിലെ സൂചന. കഴിഞ്ഞ ദിവസം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ R അജിത് കുമാറിന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ഇക്കാര്യം പരിശോധിച്ചിരുന്നു. കളക്ടറുടെ മൊഴി വീണ്ടും എടുക്കാൻ തീരുമാനിച്ച് കളക്ടർ ഉൾപ്പെടെ സംഭവവുമായി ബന്ധപ്പെട്ട നിരവധി പേരുടെ മൊഴിയെടുത്ത ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ ഗീത ADMന് വീഴ്ചയുണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ട് നൽകിയത്. ADM കൈക്കൂലി വാങ്ങിയതിന് സാഹചര്യ തെളിവുകൾ ഉണ്ടെന്ന് പ്രതിഭാഗം കഴിഞ്ഞ ദിവസം കോടതിയിൽ വാദിച്ചിരുന്നു. ഫോൺ വിളി രേഖകൾ ഉൾപ്പെടെ തെളിവ് നിരത്തിയായിരുന്നു ഇത്. ഈ സാഹചര്യത്തിലാണ് വകുപ്പ് തല അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥരുടെ മൊഴി എടുക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 14 യാത്രയപ്പ് യോഗത്തിന് മുൻപ് തന്നെ വിജിലൻസ് അന്വേഷണം തുടങ്ങിയെന്ന വാദം പ്രതിഭാഗം ഉയർത്തിയിരുന്നു. വിജിലൻസ് ഓഫീസിലേക്ക് പ്രശാന്ത് പോയതിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും വാദിച്ചു. ഇത് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:40 വിജിലൻസ് ഓഫീസ് ഭാഗത്ത് നിന്നും പ്രശാന്തൻ പോകുന്നതായിട്ടാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇതുകൂടാതെ നവീൻ ബാബുവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിന് കണ്ണൂർ ജില്ലാ കളക്ടർ ഉത്തരവാദിയാണെന്നും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്നും BJP ജില്ലാ പ്രസിഡന്റ് N ഹരിദാസും പ്രതിപക്ഷ പാർട്ടികളും ആവശ്യമുന്നയിച്ച് രംഗത്തോടെ വന്നതോടെയാണ് ഈ കേസ് വീണ്ടും ശക്തി പ്രാപിക്കുന്നത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനും കത്ത് അയച്ചിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബത്തോട് ഖേദം പ്രകടിപ്പിച്ചിരുന്നു കണ്ണൂർ കളക്ടർ അരുൺ K വിജയൻ. പക്ഷേ കളക്ടറുടെ ക്ഷമാപണം നവീൻ ബാബുവിന്റെ കുടുംബം സ്വീകരിച്ചിരുന്നില്ല. ADMന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണം നേരിടുന്ന കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K വിജയൻ സ്ഥലം മാറ്റത്തിനായി ഉന്നത ഉദ്യോഗസ്ഥരെ ഇതിനിടയിൽ സമീപിച്ചതായിട്ടും വിവരമുണ്ട്. ദിവ്യയ്ക്ക് ജാമ്യം കിട്ടിയെങ്കിലും ADMന്റെ മരണത്തിൽ PP ദിവ്യയും ജില്ലാ കളക്ടറും 1ഉം 2ഉം പ്രതികളാണ്. അതിനുള്ള ഏറ്റവും വലിയ തെളിവായിരുന്നു അന്ന് ആ യാത്രയപ്പ് ചടങ്ങിൽ PP ദിവ്യ നടത്തിയ നാടകത്തിന് വേണ്ടിയുള്ള കളക്ടറുടെ മൗനസമ്മതം.